അപ്പോൾ ഗായ്സ്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എങ്ങനെയായിരുന്നു ഓട്ടോമാറ്റിക്കലി ബൂം എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന്. പിന്നെ എൻ്റെ ക്രെയിൻ സാനി 110 ക്രെയിനാണ്, 110 ടണ്ണിൻ്റെ. അപ്പോൾ അതിൻ്റെ ബൂം എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ആവേണ്ടത്, അതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ് സെലക്ട് ചെയ്യണത് എന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് PTO, പവർ ടേക്ക് ഓഫ്, പവർ ടേക്ക് ഓൺ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫങ്ഷൻസ് ഇത് ഓണാക്കിയാൽ മാത്രമേ നമ്മുടെ ഈ ക്യാബിൻ്റെ ആൻസറിൽ അകത്ത ലിവർ കാര്യങ്ങളെല്ലാം വർക്കാവുള്ളൂ. ഇത് ഞാൻ ഫങ്ഷൻസിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതെന്തായാലും ഓൺ ചെയ്യണം, എന്നാലേ ഫങ്ഷൻസ് വർക്കാവുള്ളൂ. അപ്പം നമുക്ക് LMIയിലോട്ട് വരാം. LMI എന്ന് പറഞ്ഞാൽ ഇതാണ്. LMI എന്ന് പറഞ്ഞാൽ ലോഡ് മൂവ്മെൻറ്റ് ഇൻഡിക്കേറ്റർ. നമ്മുടെ ക്രെയിനിൻ്റെ മൂവ്മെൻറ്റ്, റേഡിയസ് കാര്യങ്ങളെല്ലാം ഇതിലാണ് കാട്ടുന്നത്. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതൊക്കെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം എന്തൊക്കെയാണെന്ന്. ഇതാണ് റേഡിയസ് ഈ കാണിച്ചേക്കണത്. ഇത് ബൂം ആംഗിള്, ഇത് ബൂം ലെങ്ത്ത്. ഇത് ഞാനിപ്പോൾ ഓൾറെഡി 28.5 ബൂം ലെങ്ത്ത് എടുത്ത് വെച്ചേക്കണേണ്. എൻ്റെ മദർ ബൂം ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ മദർ ബൂം മാത്രം ലെങ്ത്ത്, ബൂം എക്സ്റ്റെൻഡ് ആവാണ്ട് നിൽക്കുമ്പോൾ ലെങ്ത്ത് 12.5ഉം ടോട്ടൽ ബൂം ലെങ്ത്ത് 56 ആണ്. ഇതാണ് എൻ്റെ ബൂം ലെങ്ത്ത് ക്രെയിൻ്റെ ടോട്ടലും മദർ ബൂം ലെങ്ത്തും. പിന്നെ ഇത് ടിപ്പായിട്ട് ഈ കൊടുത്തേക്കണത്, ഇതാണ് ടിപ്പായിട്ട്. ഇത് ഗ്രൗണ്ടും ഉക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണിത്. പിന്നെ ഇത് ട്രാവലിങ്ങിൻ്റെയൊക്കെയാണ്, ഇത് ട്രാവലിങ്ങിൻ്റെയൊക്കെ സെറ്റപ്പാണ്. പിന്നെ ഇതൊക്കെ, പിന്നെ ഇത് ഈ കൊടുത്തേക്കണത് ഇത് കണ്ട, ഇത് ഈ ക്രെയിനില്ല. ഇത് 110 ടണ്ണിൻ്റെ ക്രെയിനാണ്. ഇതുള്ളത് 90 ടണ്ണിൻ്റെ ക്രെയിനാണ്. ഈ ഇതുള്ളത് ഈ 0 ഓൺ ചെയ്യണത്, ഇത് ബൂം സെലക്ട് ചെയ്യണത്. ഇതിൽ ബൂം സെലക്ഷൻ ഇല്ല. അത് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ട് മനസ്സിലാവും അത് ബൂം സെലക്ഷൻ ഇല്ലാത്ത എന്താണെന്ന്. കാരണം ഇത് ടെലിസ്കോപ്പിക് അല്ല, ടെലിമാറ്റിക് ബൂമാണ്. ഈ 100% കാണിച്ചേക്കണത് നമ്മുടെ ഔട്ട് ട്രിഗറാണ്. കാരണം ഞാനിപ്പോൾ ഫുൾ ഔട്ട് ട്രിഗർ അടിച്ച് ജാക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചെങ്ങനെയാണ്. കാരണം 100%. ഇതെൻ്റെ കൗണ്ടർ വെയിറ്റ് 10.6. ഇതാണ് പാർട്ട് ലൈൻ. കാരണം മെയിനുക്കിലാണെങ്കിൽ എനിക്കിപ്പോൾ മെയിനുക്കിൽ ടോട്ടൽ ഇട്ടേക്കണത് 6 പാർട്ട് ലൈനാണ്. അതാണ് ഇതിൽ 6 കൊടുത്തേക്കണത്. ഓക്സിലറിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ പാർട്ട് ലൈൻ 1 ആയിരിക്കും ഇവിടെ. അപ്പോഴേ അതിൻ്റെ കപ്പാസിറ്റി ആയിട്ടുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ട, ഇപ്പോൾ പാർട്ട് ലൈൻ മാറ്റണമെങ്കിൽ ഇതിങ്ങനെ സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക. 6 പാർട്ട് ലൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്ന്. ഈ പോയേക്കണ ഇത് കണ്ടാവോ, ഇതുകൾ ഈ വയർ റോപ്പുകൾ, ഇതാണ് പാർട്ട് ലൈൻ. 1 2 3 4 5 6 പാർട്ട് ലൈൻ ഉണ്ട് എൻ്റെ കയ്യിൽ ഈ മെയിൻ ഹുക്കിൽ. അത് തന്നെ ഓക്സിലറിയിലോട്ട് വരുമ്പോൾ ഇതുണ്ടാവും, ഒറ്റൊരു പാർട്ട് ലൈനുള്ളൂ ഓക്സിലറിക്ക്. കണ്ട, അതാണ് ആ സംഭവമാണ് നമ്മളിവിടെ ചേഞ്ച് ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ മെയിൻ ഹുക്കിൽ വർക്ക് ചെയ്യണ കാരണം 6 പാർട്ട് ലൈൻ ഉണ്ട്. ഇത് ചേഞ്ച് ചെയ്യേണ്ടത് ഇതിലെടുക്കുക, സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് 1 കൊടുത്താൽ മതി. അപ്പോൾ ഓക്കെ കൊടുത്താൽ പിന്നെ ഇവിടെ കാട്ടണത് കണ്ട, പാർട്ട് ലൈൻ്റെ കപ്പാസിറ്റിയാണ്. ആക്ച്വൽ ടൺ 2ഉം മാക്സിമം 8.3. ഓക്സിലറിക്ക് പൊക്കാൻ പറ്റണ മാക്സിമം ടണ്ണാണ് 8.3. അത് തന്നെ ഇപ്പോൾ പാർട്ട് ലൈൻ ഞാൻ മാറ്റി കാണിച്ചു തരാം, മെയിൻ ഹുക്കിലോട്ടാക്കി കാണിച്ചു തരാം. 6 ഓക്കെ മാറ്റുമ്പോഴേക്കും കണ്ട ഇത് മാറി. ആക്ച്വൽ ടൺ 1.8ഉം മാക്സിമം ടൺ എനിക്ക് 31.3ഉം എടുക്കാം. അതാണ് ഇതിൽ കാണിച്ചേക്കണത്. പിന്നെ ഇതിലോട്ട് വരാം, ഞാൻ ജസ്റ്റ് അത് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ ബോട്ടം ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. പിന്നെ ഈ സ്ക്രീനിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. കണ്ട, ഇതിൽ ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തുന്നതാണ്. ഞാനിത് എങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ ഇത് കഴിഞ്ഞിട്ട് വരുമോ ആ വീഡിയോ. അപ്പോൾ കണ്ട, ആദ്യം ഞാൻ ഇവിടെ തൊട്ട് പറയാം. ഈ ബ്ലൂ കളറിൽ നിങ്ങൾ കാണുന്നത് ഈ പൊക്കത്തെ ഈ കാണുന്നതാണ് ഭൂമിൻ്റെ ലോക്കും അൺലോക്കും ആവണ പിന്നി. ഈ 2 സൈഡിൽ കാണുന്ന ബ്ലൂ കളറിലെ സിലിണ്ടറാണ് എന്ന് പറഞ്ഞാൽ ഭൂമിൻ്റെ അകത്ത സിലിണ്ടറിൻ്റെ പിന്നാണത്. ഈ പിന്നഴിയുമ്പോൾ ഭൂമി എക്സ്റ്റെൻറ്റും റിട്രാക്റ്റും ആവും. ഈ 2 പിന്നഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ 2 സൈഡിൽ കാണുന്നത്, അതഴിയുമ്പോൾ ഭൂമിൻ്റെ അകത്ത് സിലിണ്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യും. അതാണ് ഇത്രയും സെറ്റപ്പ്.
അത് നമുക്കിതിൽ കാണാൻ പറ്റും. പിന്നെ ഈ കാണുന്നത് ഇത് ഭൂമിൻ്റെ ടിപ്പായിട്ട് അങ്ങനെ റേഡിയസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഈ ബോക്സിൽ വന്നത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ മാക്സിമം ആക്ച്വൽ ടൺ കാട്ടുന്നത്. ഇത് വിൻ സ്പീഡാണ്, ക്രെയിൻ്റെ വിൻ സ്പീഡ് എത്ര കാറ്റുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കാണിച്ചേക്കണണ്ട ഈ 6th 5th 4th 3rd 2nd ഇതൊക്കെ നമ്മുടെ ഭൂമിൻ്റെ അകത്ത് സിലിണ്ടർ ട്രാവൽ ചെയ്യുമ്പോൾ കാട്ടണതാണ്. ഇപ്പം കണ്ട ഞാൻ ലാസ്റ്റ് എടുത്തേക്കണ ഭൂമാണ് മൂന്നാമത്തെ ഭൂമ് കണ്ട. ഇവിടെയും ലാസ്റ്റ് എക്സ്റ്റൻഡായി നിൽക്കുന്നത് മൂന്നാമത്തെ ഭൂമാണ് കണ്ട. മൂന്നാമത്തെ ഭൂമിയിലാണ് ഇപ്പോൾ സിലിണ്ടർ വന്നിട്ട് അങ്ങോട്ടും ലോക്ക് കൊണ്ട് നടക്കുന്നത്. ഈ കാണുന്ന 2 സൈഡിലെ ലോക്ക് തന്നെയാണ് ഇവിടെയും വീണേക്കണത്. ലോക്ക് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇത് പോകും, സിലിണ്ടർ മാത്രം ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ ഇടുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. സിലിണ്ടർ ഇത് മാറണതും ഇവിടെ മാറണത് പിന്നെ ഇവിടെ കുറയണതൊക്കെ അത് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതാണ് ഈ സംഭവങ്ങൾ. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ എപ്പോഴും ഇതും സെലക്ട് ചെയ്ത് വെക്കണം. അത് ഞാൻ ആ വീഡിയോ കാട്ടുന്നുണ്ട്, ജസ്റ്റ് ഇപ്പോൾ റഫായിട്ട് പറയുന്നത്. ഈ ഹാൻഡ് സിഗ്നലും നെക്കിയാൽ മാത്രമേ നമുക്ക് ഓപ്ഷൻ മാറ്റിയാൽ അതിൻ്റെ ഇത് കാട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് വർക്കാവുള്ളൂ, ഒരു കാര്യങ്ങളൊക്കെ വരും. അതും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. പിന്നെ എന്താണ് ഇതിൽ പറയാനുള്ളത്? പിന്നെ അങ്ങനെ ഇപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറയുന്നില്ല, ഇത്രയും കാര്യങ്ങളെ മെയിനായിട്ട് നോക്കാനുള്ളൂ. പിന്നെ പറയാനുള്ളത് ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് കോൺഫിഗറേഷൻ. ഇതിൽ നമ്മെ ഇങ്ങനെ സെലക്ട് ചെയ്യണം, അതിനനുസരിച്ച് ബൂം ഔട്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് സംഭവം കണ്ട. ഇതാണ് കോൺഫിഗറേഷൻ. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഇതെങ്ങനെ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ചാർജൻ്റ് എഴുതി തന്നെ ഇത് കറക്റ്റാണെന്ന് അറിയണമെങ്കിൽ അതിന് ഞാൻ വേറൊരു ഷോട്ട് ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് നോക്കണേന്ന് ഞാൻ വേറൊരു ഷോട്ട് ചെയ്യാം. അതിൽ പാടിയതാൽ നിങ്ങൾക്ക് അതും കൂടി കേട്ട് കഴിയുമ്പോൾ ഫുള്ള് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇതിൽ സെലക്ട് ചെയ്യുമ്പോഴാണ് ബൂം ഔട്ട് ചെയ്യാൻ പറ്റണത്. ഓക്കെ കണ്ടോ? ഇപ്പം ഞാൻ ഔട്ട് ചെയ്ത് വെച്ചേക്കണത് 28 മീറ്റർ ബൂം ലെങ്ത്താണ്, 4 സെക്ഷൻ 46. ഇതുണ്ടോ? ഇത് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ വന്നത് ഇത് ഞാനിപ്പോൾ ഔട്ട് ചെയ്തപ്പോൾ ആയേക്കണത്. ഇനി എങ്ങനെയാണ് ബൂം ഔട്ട് ചെയ്യണത്, എങ്ങനെയാണ് ബൂം ഇം ചെയ്യണതെന്ന് വീഡിയോയിൽ കാണാം. ടെലിമാറ്റിക് ബൂം എങ്ങനെയാണ് ഔട്ട് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്നുള്ളൂ. അപ്പോൾ കണ്ട എല്ലാം ഓഫാണ്. ഫസ്റ്റ് തന്നെ PT ഓൺ ആക്കുക. ഇത് ഫംഗ്ഷന് സ്പീഡ് ഓടാനുള്ളത്, അത് ഓൺ ആക്കുക. എന്നിട്ട് നമുക്ക് സ്ക്രീൻ കണ്ട, സ്ക്രീൻ ഇങ്ങനെ ആയിരിക്കും തുടക്കത്തിൽ. എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ഓൺ ആയി കഴിഞ്ഞാൽ സ്ക്രീൻ ഇങ്ങനെ കാട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് സൈഡ് ബോട്ടം സൈഡിൽ കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ ഈ ടോപ്പ് കാണുന്നത് ഇത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയും കാണുന്നത് ഇതിൽ ഈ ഹാൻഡ് സിഗ്നലും ഓട്ടോയിൽ നിൽക്കുക. കാരണം ഓട്ടോയിലാണ് നമ്മൾ ഇപ്പം ഔട്ട് ചെയ്യാൻ പോണത്. ഇപ്പം കണ്ട നേരത്തെ ലാസ്റ്റ് ബൂം നമ്മൾ ക്ലോസ് ചെയ്തത് കാരണം സിലിണ്ടർ 6ാമത്തെയാണ് കിടക്കുന്നത്. ഈ ഗ്രീൻ കളർ കണ്ട, ഇവിടെ എല്ലാ ബൂം ഇന്നുമാണ്. അപ്പം ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷനിൽ പോവുക. എനിക്ക് 28.5 അതാണ് ബൂം ലെങ്ത് ഇന്നത്തെ ഇപ്പോഴത്തെ വർക്കിൻ്റെ. അപ്പോൾ ഇതാണ് 28.5 കണ്ട. എന്നിട്ട് തിരിച്ച് ഈ സ്ക്രീനിൽ പോവുക. ഇപ്പോൾ കണ്ട ഞാൻ സെലക്ട് ചെയ്തേക്കണ ഇതാണ് വന്നേക്കണത്. 1 2 3 4 സെക്ഷൻ ബൂം 46% ഔട്ടാവും കണ്ട. അത് തന്നെയാണ് ഞാൻ ഇവിടെയും സെലക്ട് ചെയ്തേക്കണത് കണ്ട. 46 ഇവിടെയും വന്ന് ആരോയും വന്നു. ഇവിടെ ഈ ആരോ ഇങ്ങനെ വന്നാൽ മാത്രമേ ബൂം ഔട്ട് ആവുള്ളൂ. ഈ ആരോ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത്. ഹാൻഡ് സിഗ്നലും ഓട്ടോയും ചെയ്യണത് കണ്ട. അത് ചെയ്യുമ്പോഴാണ് ഈ ആരോ വന്നത്. ഈ ആരോ വന്നാൽ മാത്രമേ നമുക്ക് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് LMAയിൽ ഒരു ബൂം കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. ഫസ്റ്റ് ഹാൻഡ് സിഗ്നലിലേക്ക് ഓട്ടോ നിൽക്കുക, ഈ ഓപ്ഷൻ എടുത്തിട്ട് പിന്നെ ഇതിൽ പോയിട്ട്
നമ്മുടെ ചാർജറിൻ്റെ ഏത് കോൺഫിഗറേഷനാണ് ഇന്നത്തെ ലിഫ്റ്റിങ്ങിൽ കൊടുത്തേക്കണത് അത് നോക്കി ബൂം ലെങ്ത് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. ബൂം ലെങ്ത് നോക്കിയിട്ട് ഇതിൽ സ്ക്രീനിൽ സെലക്ട് ചെയ്തിട്ട് ഈ ഓപ്ഷനിൽ വേറൊന്നും ചെയ്യാനില്ല, ഈ ആരോ വന്നം. പിന്നെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഡെഡ് മാൻ പിടിക്കുക, ഔട്ട് ചെയ്യുക. ഇത് രണ്ടിനും മുന്നേ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്രണ്ടിലാണ് ചെയ്യേണ്ടത്. ഫ്രണ്ടിലോട്ട് പെഡൽ പ്രസ് ചെയ്യണം. ഇത് രണ്ടിനും മുന്നേ നമ്മൾ ചെയ്യേണ്ടതാണ്. ഓക്സിലറി ഡൗൺ ചെയ്ത് തരണം. ഓക്സിലറി ഡൗൺ ചെയ്യാനാണ് ഇത് കൊടുക്കുന്നത്. കണ്ട ഡൗൺ ആയി. മെയിനുക്ക് ഞാൻ നേരത്തെ ഒന്നും ചെയ്യാത്ത കാരണം അത് അങ്ങനെ തന്നെ കുഴപ്പമില്ല, അത് കറക്റ്റ് ലെവലിലാണ് കിടക്കണത്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ പെഡൽ ചവിട്ടുമ്പോൾ ഇത് കണ്ട സ്ക്രീനിൽ ബൂം അൺലോക്കായി. ഡിസ്പ്ലേയിൽ ബൂമാണ് പോണത്. 46% അവിടെയും ആവും. അവിടെ 46% ആകുമ്പോൾ പൊക്കത്ത് ബൂം ലോക്കാവും, സിലിണ്ടർ അൺലോക്കാവും. കണ്ടോട്ടാ, കണ്ട ബൂം ലോക്കായി, ഇപ്പം സിലിണ്ടർ അൺലോക്കാവും. സിലിണ്ടർ അൺലോക്കായി. ഇപ്പം ഇവിടെ നമുക്ക് കാണാം സിലിണ്ടർ മാത്രമാണ് അടിയിലേക്ക് വന്നത്. കാണാൻ പറ്റണ്ട, കണ്ട സിലിണ്ടർ മാത്രം അടിയിലേക്ക് വരും. പൊക്കത്ത് ഒരു ബൂം ഔട്ടാവുകയും ചെയ്ത്. കണ്ട ഇപ്പൊ കണ്ടോ, ഇപ്പൊ സിലിണ്ടർ ലോക്കായി, ബൂം അൺലോക്കായി. കണ്ട പിന്നെ വീണേക്കണ്ട, അടുത്ത ബൂം പോണേ എന്തേനാ. കണ്ട അടുത്ത ബൂം ഔട്ടാവണ. കണ്ട അത് ഔട്ടായി. ഇപ്പൊ ഇവിടെ ബൂം ലോക്കും സിലിണ്ടർ അൺലോക്കും ആവും. കണ്ട ഇതിവിടെ സിലിണ്ടർ അടിയിലോട്ട് ഇറങ്ങി വരുന്നുണ്ട്. കണ്ട സിലിണ്ടർ മാത്രമാണ് അടിയിലേക്ക് വന്നത്. ഇപ്പൊ അവിടെ പിന്നി വീഴും ഏറ്റവും അടിയിൽ. ശ്രദ്ധിച്ചോ, കണ്ട പിന്നി വീണ്. ഇപ്പൊ നാലാമത്തെ ബൂം ഔട്ടാവും. ഇവിടെ കാണിച്ചു തരാം. അതിപ്പോ ഞാൻ ഓക്സിലറി ഡൗൺ ആക്കാത്ത തന്നെയാണ്. ഓക്സിലറി ഡൗൺ ആക്കട്ടെ. കണ്ട അതും ഔട്ടായി. ഇങ്ങനെയാണ് ബൂം ഔട്ട് ചെയ്യണത്. അതിപ്പോ ഇവിടെ ബൂം ലോക്കായി, സിലിണ്ടർ അൺലോക്ക് ആവും. ഇവിടെ സിലിണ്ടർ മാത്രം അടിയിലേക്ക് വരും. കണ്ട ഇവിടെ 3 ബൂം ഔട്ടായപ്പോ 3 സ്ഥലത്തും എന്ന് പറഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും 46 കാട്ടറണ്ട. അതിപ്പോ ഞാൻ കാണിച്ചു തരാം. ഇതണ്ട ഇപ്പൊ ഇവിടെ ബൂം സിലിണ്ടർ ലോക്കായി, ബൂം ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പെർസെന്റേജ് കൂടും. കണ്ട പെർസെന്റേജ് കൂടണ്ട. ലാസ്റ്റ് ബൂമാണിത് ഈ ഔട്ടായിക്കൊണ്ടിരിക്കണത്. കാരണം അത് വീഴുമ്പോ ഇപ്പൊ ഈ ആരോ റിട്ടേൺ തിരിയും. ഈ ആരോ കണ്ട റിട്ടേൺ ആയി എന്ന് പറഞ്ഞാൽ ഫുൾ എക്സ്റ്റെൻഡ് ആയി. കണ്ട രണ്ട് സൈഡിലും ഞാൻ സെലക്ട് ചെയ്ത കോൺഫിഗറേഷൻ ഫുള്ള് 46 ഔട്ടായി. ഇവിടെയും ഔട്ടായി. ബൂമെല്ലാം ലോക്ക് വീണ്, ബൂമും സിലിണ്ടറൊക്കെ ലോക്ക് വീണ്, ആരോയും റിട്ടേൺ വീണ്. ഇപ്പൊ നോക്കി കണ്ട ഞാൻ സെലക്ട് ചെയ്ത 4 ബൂമും ഔട്ടായി. ഇനി നമ്മൾ നോക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓമില് കണ്ട ഇപ്പൊ ബൂം ലെങ്ത് നോക്കിയേ. കണ്ട 28.5. ഇതാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തത്. ഇത് കണ്ട 28.5. കണ്ട 28.5. 4 സെക്ഷൻ 46 ഇതല്ലേ ഇത്. 4 സെക്ഷൻ 46 28.5 ബൂം ലെങ്ത്. അതാണ് ഇവിടെ ഇപ്പം ഔട്ടായേക്കണത്. കണ്ട 4 സെക്ഷൻ 46
28 ബൂം ലെങ്ത് ആണിത്. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇത്രയുമാണ് ബൂം ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളുള്ളത്. അപ്പോൾ ഗായ്സ്, ഞാനിനി എങ്ങനെയാണ് ബൂം റിട്രാക്റ്റ് ആവണേന്ന് കാണിച്ചു തരാം. ഇവിടെ ചെന്ന് 0 ഫുള്ള് സെലക്ട് ചെയ്ത് പിന്നെ ഈ ഓപ്ഷനിൽ പോയപ്പോൾ കണ്ട ഈ സൈഡിൽ ഫുള്ള് 0 ആയി, ഈ സൈഡിൽ 46. ആരോ റിട്ടേൺ കിടക്കണത്, സിലിണ്ടർ 3ാമത്തെ ബൂമിലാണ് കിടക്കണത്. ഇതൊക്കെ സെയിം തന്നെ. ആരോ ഹാൻഡ് സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, ഓട്ടോ കൊടുത്തിട്ടുണ്ട്, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഡെൻമാൻ പിടിക്കും. ഈ അടിയിലോട്ടുള്ള പെടല് ഇത് അടിയിലോട്ട് ചവിട്ടും. കണ്ട, അടിയിലോട്ട് ചവിട്ടും. അപ്പം ഇത് കണ്ട, പൊക്കത്തെ പിന്നി ലോക്കായി. ആ 3 ബ്ലൂയിന്ന് പൊക്കത്തെ അൺലോക്കായി. അപ്പം അതെ നിങ്ങൾക്ക് കാണാം. കണ്ട, ആ ഭൂമി ക്ലോസ് ആവണം. കണ്ട, ആ ഭൂമി ക്ലോസ് ആയി. ഇപ്പൊ ഇത് കണ്ട, ആ 2 സൈഡിലെ പിന്നെ അൺലോക്ക് ആയിട്ട് ഭൂമി ലോക്കായി. ഇപ്പൊ നടക്കണെന്ന് പറഞ്ഞാല് ഇതേ ഇവിടെ ഈ സിലിണ്ടർ 3ഡിന്ന് 4ത്തിലേക്ക് പോണേണ്. ഇപ്പൊ അവിടെ 4ത്തില് ഗ്രീൻ കളർ കത്തും, നിങ്ങൾക്ക് ഇപ്പൊ കാണാം. അവിടെ ലോക്കും ആവും, അവിടെ ഗ്രീൻ കളറും കത്തും. പൊക്കത്ത് റൈറ്റ് സൈഡിൽ ലോക്കാവും. കണ്ട, ഗ്രീൻ കളർ കത്തി പൊക്കത്ത് ലോക്ക് വീണ് ബൂം അൺലോക്കായി. ഇപ്പൊ നടക്കണമെന്ന് പറഞ്ഞാല് ഇത് കണ്ടു. കണ്ട, ആ ബൂം റിട്രാക്റ്റ് ആവണേണ്. കണ്ട, അത് ഫുള്ള് റിട്രാക്റ്റ് ആയി. ഇപ്പൊ ഇവിടെ ബൂം ലോക്കായി, ഇത് അൺലോക്കായി. ഇവിടെ നിന്ന് ഗ്രീൻ കളറും പോയി. കണ്ട, ഇത് 2 ലോക്കായി. ഇനി 2 ബൂമും കൂടി ഉള്ളു, L5ഉം L6ഉം. ഇപ്പൊ നിങ്ങക്ക് ഇവിടെ കാണാൻ പറ്റും. പൊക്കത്ത് സിലിണ്ടർ ലോക്കും വീഴും, ഈ 5ത്തില് ഗ്രീൻ കളറും കത്തും. കണ്ടോ, കണ്ട, 5ത്തില് ഗ്രീൻ കളറും കത്തി. പൊക്കത്ത് സിലിണ്ടർ ലോക്കായി, ബൂം അൺലോക്കായി. ഇപ്പൊ ഇവിടെ നിങ്ങക്ക് കാണാം ആ ബൂം റിട്രാക്റ്റ് ആവണത്. കണ്ട, അത് ഫുള്ള് റിട്രാക്റ്റ് ആയി. അപ്പൊ ഗായ്സ്, ഇത്രയുമാണ് ബൂം എക്സ്റ്റെൻഡ് ചെയ്യാനും റിട്രാക്ട് ചെയ്യാനുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ടെലിമാറ്റിക് ബൂമിൽ. ടെലിസ്കോപ്പിക് അല്ല, ടെലിമാറ്റിക് ബൂമിലാണിത്. ഞാൻ വർക്ക് ചെയ്യണത് ടെലിമാറ്റിക് ബൂമുള്ള ക്രെയിനിലാണ്. അപ്പൊ ഇത് പകുതി പേരിക്കും മനസ്സിലായിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. കാരണം ക്രെയിനിന്റെ ഫീൽഡിൽ കുറച്ച് വർക്ക് ചെയ്തവർക്ക് ഈ ടെലിമാറ്റിക് ബൂമിന്റെ ഫങ്ഷൻസ് എങ്ങനെയാണ് വർക്ക് ആവണമെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. പിന്നെ അത് മറന്നുപോയവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നേരത്തെ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ക്രെയിനിൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആ ക്രെയിനിൽ വർക്ക് ചെയ്യാണ്ട് ടെലിസ്കോപ്പിക് ബൂമുള്ള ക്രെയിനിലാണ് വർക്ക് ചെയ്തത്. അങ്ങനെയുള്ളവർക്ക് ഇത് ക്യാച്ച് ചെയ്യാം. അല്ലാത്തവർ ഇപ്പൊ പഠിക്കാൻ നിൽക്കണവരാണെങ്കിൽ, അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു ഫീൽഡിൽ കയറി നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കമ്പനി ചെന്നാൽ അവർ പറയണത് വെച്ച് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ഈ വീഡിയോ കൊണ്ടാൽ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണ്. മനസ്സിലാവാത്തവരും ഉണ്ടാവും. അപ്പം മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യും. ഞാനിപ്പോൾ ദമാമിൽ ചെല്ലണയാണെങ്കിൽ അവിടെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. എന്ന് പറഞ്ഞാൽ എങ്ങനെ ബൂം എക്സ്റ്റെൻഡ് ആവണ്, അതിൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞല്ല, ഈ വർക്ക് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഈ ക്രെയിനിൽ ട്രെയിനിങ് കിട്ടി. ടെലിമാറ്റിക് ബൂമുള്ള ക്രെയിനിൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ടെലിസ്കോപ്പിക് ഉള്ള ക്രെയിനിലാണ് പോയത്. അവർക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.